KSU പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഷാഫി പറമ്പിൽ എം പി കുസാറ്റിലെത്തി. വർഷത്തിനു ശേഷം കുസാറ്റ് യൂണിയൻ പിടിച്ചെടുത്ത KSU പ്രവർത്തകരെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനാണ് ഡൽഹിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തി നാട്ടിലേക്കുള്ള യാത്രക്കിടെ ഷാഫി പറമ്പിൽ എം പി കുസാറ്റിലെത്തിയത്. വിജയത്തിൻ്റെ പങ്ക് പറ്റാനല്ല ഇവിടെ എത്തിയതെന്നും പഴയൊരു KSUക്കാരനായതുകൊണ്ടാണെന്നും വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവിടുത്തെ KSU പ്രവർത്തകർക്കും ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥി സമൂഹത്തിനുമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. KSUക്കാരെ ഹൃദയം തുറന്ന് അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ വർഷം നീണ്ടൊരു പോരാട്ടം ഈ ക്യാമ്പസ് ആഗ്രഹിക്കുന്ന പോലെ റിസൾട്ടിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ എല്ലാ ക്രെഡിറ്റും KSUക്കാർക്കാണ്. ഈ ക്യാമ്പസിലെ ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥികൾക്കാണ്. അവർക്കെല്ലാ ക്രെഡിറ്റും കൊടുക്കുകയാണ്. അഭിമാനകരമായ നേട്ടമാണ്. 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രവുമാണ് തിരുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്കാണ്, ഞങ്ങൾക്ക് ആർക്കുമല്ല. മുഴുവൻ ക്രെഡിറ്റും അവർക്ക് തന്നെയാണ് കൊടുക്കാനുള്ളത്. അപ്പം സംസാരിച്ചപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കുട്ടികളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ഉത്തരവാദിത്വം അവർ ഏറ്റിട്ടുണ്ട്. എല്ലാ കർമ്മ പദ്ധതികളും അവർ തയ്യാറാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ മികച്ചൊരു തീരുമാനമാണ് വിദ്യാർത്ഥി സമൂഹം എടുത്തത് എന്നുള്ളത് അവർക്ക് വരുന്ന ദിവസങ്ങളിൽ ബോധ്യപ്പെടും. പഴയ KSUക്കാരൻ എന്നുള്ള നിലക്ക് കൂടിയാണ് ഞാൻ അവരുടെ സന്തോഷത്തിൽ ഒന്ന് ജസ്റ്റ് അവരെ കാണാനായിട്ട് വന്നതാണ്. ഡൽഹിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവരെല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ്. ഇലക്ഷനൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു റോളും ഉണ്ടായിട്ടില്ല. അവർ തന്നെ പ്ലാൻ ചെയ്ത് വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം പഠിക്കാം, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കാം. എന്തായാലും വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ ഒരു മാറ്റം. അതങ്ങനെ ആകസ്മികമായി സംഭവിച്ചു പോയ ഒന്നല്ല. അവർ ഉറച്ച തീരുമാനമെടുത്ത് KSUവിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ടുണ്ടായതാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ നിങ്ങൾ കണ്ടതാണ്. റിബിൻ എന്ന് പറയുന്ന KSU പ്രവർത്തകനെ അടിച്ചിട്ടിട്ട് അവസാനം അയാളെ അടി കൊണ്ട് ബോധം പോയ സമയത്ത് ചത്തോ എന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ ആരോ വന്ന് മുഖത്ത് തട്ടി വിളിച്ചപ്പോൾ അയാൾ കണ്ണ് തുറന്നപ്പോൾ ഇല്ല, ചത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിക്കുക. അങ്ങനെ അടിച്ചാൽ ഇല്ലാതാവുന്ന പ്രസ്ഥാനമല്ല KSU എന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ കുട്ടികളുണ്ടാക്കിയിട്ടുള്ള ഉജ്ജ്വല വിജയം. ആ റിബൻ ഉൾപ്പെടെയുള്ള ക്രൂരമർദ്ദനത്തിന് കേരളത്തിലുടനീളം വരാൻ വേണ്ടി വന്നിട്ടുള്ള സാധാരണ KSU പ്രവർത്തകർ, അവർ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കുന്ന മാറ്റം കേരളീയ പൊതുസമൂഹത്തിൻ്റെ ശരിക്കും അവരുടെ രാഷ്ട്രീയ മനസ്സാണ് ഇപ്പോൾ കാണുന്നത്. ക്യാമ്പസുകളിൽ KSUക്കാരുണ്ടാക്കുന്ന മാറ്റം പൊതുസമൂഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. എല്ലാ ചെങ്കോട്ടകളും പൊളിയുകയാണ്. അവിടെയൊക്കെ പുതിയ ചരിത്രം രചിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്തത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് രചിക്കാൻ പോകുന്ന ചരിത്രം കേരളത്തിൻ്റെ ഈ ഭരണത്തെ മാത്രമല്ല, ഈ സംസ്ഥാനത്തിന് വിദ്യാർത്ഥികളും യുവതയും ആഗ്രഹിക്കുന്ന പോലെ മാറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നൽകുന്ന വിധിയെഴുത്തിൻ്റെ സാരം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഒരിക്കൽ കൂടെ പറയുന്നു, ഇതിൻ്റെ വിജയത്തിൻ്റെ പങ്ക് പറ്റാൻ വന്നതല്ല, സന്തോഷം കൊണ്ട് പഴയ KSUക്കാരൻ എന്നുള്ള നിലക്ക് വന്നു ചേർന്നാണ്. എല്ലാ ക്രെഡിറ്റും KSUക്കാർക്കാണ്, ഞങ്ങൾക്ക് ആർക്കും അല്ല. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. ക്യാമ്പസുകളിൽ KSUക്കാർ ഉണ്ടാക്കുന്ന മാറ്റം പൊതുസമൂഹത്തിലുണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ പ്രതിഫലനം തന്നെയാണെന്നും എല്ലാ ചെങ്കോട്ടകളും തകരുകയാണെന്നും അവിടെയെല്ലാം പുതിയ ചരിത്രം കുറിക്കുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.